നമ്മുടെ എല്ലാം പ്രിയങ്കരനായിരുന്ന ഹാഷിർ കേരളം ഡയറക്ടർ ഗഫൂർ സാഹിബിൻ്റെ സഹോദരൻ്റെ മകനായിട്ടുള്ള ഹാഷിറിൻ്റെ അവിചാരിതമായ മരണം മൂലമാണ് നമ്മുടെ ഈ ചടങ്ങിൽ ഇത്രയധികം ഈ ഒരു വേദനാജനകമായ അന്തരീക്ഷത്തിൽ നടത്തേണ്ടി വന്നു. ഈ ചടങ്ങിനെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മോദി സ്വദേശി ഡോക്ടർ സക്കീർ ഹുസൈൻ്റെ മകനാണ്, നമ്മുടെ മമ്മൂട്ടിയാക്കാൻ്റെ പേരക്കുട്ടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഉചിതമായ ഒരു യാത്രയപ്പ് നൽകുക എന്നതാണ് നമ്മുടെ ഈ ചടങ്ങിൻ്റെ മുഖ്യ ഉദ്ദേശം. റാഹിൽ സക്കീർ മലപ്പുറം ജില്ലയിൽ നിന്ന് ഹഡിൽസിൽ ചാമ്പ്യനായി, 100 മീറ്റർ ചാമ്പ്യനായി. കഴിഞ്ഞ തവണ ഭുവനേശ്വറിൽ നടന്ന ചാമ്പ്യൻഷിപ്പിൽ, ദേശീയ ജൂനിയർ ചാമ്പ്യൻഷിപ്പിൽ റെക്കോർഡോടുകൂടി സ്വർണം നേടുകയും ഇന്റർ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ ഹഡിൽസിൽ റെക്കോർഡോടുകൂടി വീണ്ടും സ്വർണ്ണമണിയുകയും ചെയ്ത ശേഷം ഇപ്പോൾ വേൾഡ് യൂണിവേഴ്സിറ്റി മത്സരത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആദ്യത്തെ മലപ്പുറംകാരനാണ് റാഹിൽ സക്കീർ. അപ്പോൾ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അതിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് കൂടിയാണ്. ഒരുപക്ഷെ അതിന്റെ പിന്തുടർച്ച എന്നുള്ള രീതിയിൽ സക്കീറിന്റെ ഫാദർ അടക്കം കൂടി ഇരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നിരന്തര പ്രചോദനമായിരുന്നു സക്കീറിന്റെ നേട്ടങ്ങൾക്ക് പിറകിൽ നിന്ന് സക്കീർ എല്ലാ കാലഘട്ടത്തിലും അനുസ്മരിക്കുന്ന ഒരാളാണ്. ഒരുപക്ഷെ മുതുമുത്തച്ഛൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രചോദനം തന്നെ ആയിരിക്കാം ഇന്ന് റാഹിൽ സക്കീറും അത്തരം രീതിയിലേക്കുള്ള ചുവടുവെപ്പുമായി മുന്നോട്ട് പോകുന്നത്. ഒറ്റ കാര്യം മാത്രമേ ഇവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ: ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ, ഡിസിപ്ലിൻ. ഇത് മൂന്നും നമ്മൾ കൈമുതലാക്കി വെച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, അടുത്ത 2 ഒളിമ്പിക്സിനുള്ളിൽ തന്നെ നമുക്ക് ഒരു ഒളിമ്പ്യനെ ഈ മലപ്പുറത്ത് നിന്നും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഏതായാലും ഈ ഒരു അവസരത്തിൽ ഒരു പിതാവ് എന്നുള്ള രീതിയിൽ എന്നെ സംബന്ധിച്ച് ഒരുപാട് അഭിമാനമുള്ള നിമിഷങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. അവൻ പ്രാക്ടീസ് ചെയ്യുന്നത് ഇന്ത്യൻ കോച്ചായിട്ടുള്ള ജയകുമാർ എന്ന് പറയുന്ന ഏറ്റവും മികച്ചൊരു കോച്ചിന്റെ കീഴിലാണ്. എങ്കിലും നമുക്ക് ഒരുപാട് പരിമിതികളൊക്കെ ഉണ്ട്, ആധുനിക എക്യുപ്മെന്റ്സുകളുടെ പോരായ്മകളൊക്കെ നമുക്ക് നിലവിലുണ്ട്. അപ്പൊ ആ രീതിയിലേക്കുള്ള ഒരു ട്രെയിനിങ് കൂടി കൊടുക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായും ആ രീതിയിലേക്കുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കീഴിൽ തന്നെ ഏറ്റവും നല്ല സ്പോർട്സ് സയൻസുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഏറ്റവും നല്ല എക്യുപ്മെന്റ്സുകളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ആ രീതിയിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ് ഞാൻ കരുതുന്നത്. അതുപോലെ ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് ലെവലിൽ, നാഷണൽ ലെവലിൽ പങ്കെടുത്ത് ബ്രോൺസ് മെഡൽ നേടിയാണ് ഡൽഹിയിൽ. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഞങ്ങൾ ഡിപ്പാർട്ട്മെന്റ് വൈസില് ഫയർ ആൻഡ് റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റ് വൈസ് കേരളത്തിന് വേണ്ടി കളിച്ചു. അങ്ങനെ ഡൽഹിയിൽ വെച്ച് ബ്രോൺസ് മെഡൽ എനിക്ക് ബാഡ്മിന്റണില് സിംഗിളില് കിട്ടിയിട്ടുണ്ട്. അപ്പോ ഞാൻ എന്റെ നാട്ടില് പ്രാദേശിക ടൂർണമെന്റുകളൊക്കെ കളിക്കാറുണ്ട്. അപ്പൊ അവിടെ കുറെ നല്ല പ്ലേയേഴ്സ്, ഞാൻ എന്റെ ഡിപ്പാർട്ട്മെന്റ് വൈസിൽ കളിക്കുന്നതുകൊണ്ട് തന്നെ പ്രാദേശിക ടീമിൽ C പ്ലെയറും D+ഉം Cയും Bയും ഒക്കെ ലെവലിൽ കാറ്റഗറൈസ് ചെയ്ത് കളിക്കുന്ന കുറെ ആളുകൾ കാണാറുണ്ട്. അപ്പൊ ഈ ആളുകളൊക്കെ അവർക്ക് വെയിറ്റേജ് മാർക്ക് ഉണ്ട് എന്ന് പോലും അവർക്ക് അറിയാതെ പോകുന്നുണ്ട്. സ്വന്തം അച്ഛനും അമ്മയും മാതാപിതാക്കളും അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഒരു വലിയ സപ്പോർട്ടായി കൂടെ ഉണ്ടാവുന്ന ഒരാൾക്ക് സ്വന്തം ഇഷ്ടത്തെ എത്തിപ്പിടിക്കാനാവാതിരിക്കാൻ പ്രത്യേകിച്ച് ന്യായങ്ങളൊന്നുമില്ല. ഇതിന് ഒരുപക്ഷെ വേറൊരു വൈകാരിക തലം കൂടിയാണ്. ഞങ്ങൾ റാഹിലിന്റെ പെർഫോമൻസിന് ഇങ്ങനെ കഴിഞ്ഞ 1 വർഷമായിട്ട് വളരെ പീക്കിലേക്ക് എത്തുന്നൊരു സമയത്ത് ഇങ്ങനെ വളരെ കൃത്യമായി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. രാഹുൽ വലിയ ഭാഗ്യവാനാവുന്നത് ഇവിടെ മാത്രമല്ല, ഒരുപക്ഷെ സ്വന്തം പിതാവിൻ്റെ മാത്രം എഫേർട്ട് കൊണ്ട് ഉണ്ടാവുന്ന ഒരു സിന്തറ്റിക് ട്രാക്കിൽ പ്രാക്ടീസ് ചെയ്ത് അവിടെ തന്നെ മൂപ്പര് വിളയിച്ചെടുത്ത മണ്ണിൽ നിന്ന് സ്വർണം കൊയ്യാനാവുക എന്ന് പറയുന്ന ഒരു ഭാഗ്യം അധികം ആളുകൾക്ക് കിട്ടുന്നതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ റാഹിലിന് വേണ്ടി പറയുകയാണെങ്കിൽ വേൾഡ് യൂണിവേഴ്സിറ്റിക്ക് പോവുകയാണ്. 14.2 എന്ന് പറയുന്ന സമയത്തെ മറികടക്കാനാവട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുന്നു. അവരുടെ കൂടെ ഉള്ള ആൾക്കാർ വരാതിരുന്നാലും ജയകുമാർ സാർ കൊടുക്കുന്ന കൃത്യമായ വർക്കൗട്ട് ഒരു മടിയുമില്ലാതെ എന്നൊക്കെ വർക്കൗട്ട് ഉണ്ടോ, ഏതൊക്കെ സമയത്തോ എന്തൊക്കെ ചെയ്യണം, കൃത്യതയോടെ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ്
കൊച്ചു കുട്ടികളെ പോലെ ആയിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അവൻ ഡിഗ്രി ഫൈനൽ ഇയർ ഒക്കെ ആണെങ്കിലും അവൻ്റെ ഒരു പെരുമാറ്റവും സംസാരവും ആക്ടിവിറ്റിയും വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സിൻസിയറാണ്, സീരിയസ് ആയി ചെയ്യും. അത് കഴിഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങി അവരുടെ ഫ്രണ്ട്സിനെ നമ്മൾ ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ ഫ്രണ്ട്സുമായിട്ടുള്ള കളിയും ആ പോകുന്നതൊക്കെ കണ്ടാൽ ഒരു സ്കൂൾ കുട്ടിയുടെ ഒരു ലാഘവത്തോടെയാണ് അവൻ പോകുന്നത്. അപ്പം ഈ വേൾഡ് യൂണിവേഴ്സിറ്റിയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ടുള്ള രാഹുലിന് എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പൊ നിങ്ങളോടൊരു വാക്ക് പറയാനുള്ളത്, എന്റെ ഒരു ഉപദേശം എന്ന് പറയുന്നത്, നേരത്തെ നമ്മളെ ഇതിന്റെ ഉദ്ഘാടകൻ പറഞ്ഞ പോലെ ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിസിപ്ലിൻ. അതാണ് ആ 3 കാര്യങ്ങൾ ആരിലുണ്ടോ ഡെഫിനറ്റ്ലി ദേ വിൽ വിൻ. അത് ഉറപ്പായില്ല, അത് സംശയമില്ല. ഒരു ഡിറ്റർമിനേഷൻ, അതുപോലെ തന്നെ ഹാർഡ് വർക്ക്, അതുപോലെ തന്നെ നേരത്തെ സക്കീർ പറഞ്ഞ മാതിരി സിംപ്ലിസിറ്റി, അതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു 3 ക്വാളിറ്റികൾ ആരിലുണ്ടോ, ഏത് കുട്ടികളിലുണ്ടോ, അവർ തീർച്ചയായിട്ടും വളരും. അവരെ നിർത്താൻ കഴിയില്ല ഒരിക്കലും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, അലി സാഹിബ് പറഞ്ഞത് വളരെ ചുരുക്കിയേ പറയാനുള്ളൂ. എനിക്കാണ് ഈ ചുരുക്കണ പരിപാടി തീരെ അറിയില്ല. യാത്രയപ്പാണ്. എല്ലാവരുടെയും നല്ല പ്രാർത്ഥനകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ്സ് കൂടിയാണ്. അതിൽ ഏറ്റവും സന്തോഷം എന്ന് പറയുന്നത് ഈ നാട്ടിൽ ഇത് കൊടുക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന് ഗഫൂറിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. നേരത്തെ വാപ്പു പറഞ്ഞ പോലെ തന്നെ ഒരു ലാഭേച്ഛയില്ലാതെ ഒരുപാട് പ്രതിസന്ധികൾ ഞങ്ങൾക്കൊക്കെ അല്ല, ഇവിടെയുള്ള അതിഥികൾക്ക് അത്രത്തോളം അറിയില്ല, ഒരുപാട് പ്രതിസന്ധികളെ മറികടന്നുകൊണ്ടാണ് ഈ ഒരു യജ്ഞവുമായിട്ട് ഗഫൂർ മുന്നോട്ട് പോകുന്നത്. അപ്പൊ അത്തരം മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പിന്തുണ എന്ന് പറയുന്നത് വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ റാഹിലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, റാഹിൽ ഒരുപാട് മൾട്ടി ടാലന്റ് ഒന്നല്ല, ഒരുപാട് കഴിവുകളുള്ള ഒരു കുട്ടിയൊന്നല്ല. പക്ഷെ അവന്റെ ഏറ്റവും വലിയ പ്രത്യേകത അവന്റെ എല്ലാ കഴിവിനെ അവന് വളരെ ഭംഗിയായിട്ട് പരിപോഷിപ്പിച്ചു എന്നുള്ളതാണ്. അതിനെ കൃത്യമായിട്ട് നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ അവന്റെ ഡെഡിക്കേഷൻ മാത്രമാണ് അവന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്, അവന്റെ കഴിവ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് അവനെ നേരത്തെ സൂചിപ്പിച്ചു, ആരില്ലെങ്കിലും അവൻ പ്രാക്ടീസ് ചെയ്യും. അതിരാവിലെ എണീറ്റ് പോകുന്നത്, രാത്രി തിരിച്ചു വരുന്നത്, പലപ്പോഴും നമ്മൾ വീട്ടിൽ വരുമ്പോൾ റായിൽ പ്രാക്ടീസിന് പോയതാന്നാ പറയാം. അപ്പൊ അത്രയും ഡെഡിക്കേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ, ഒരുപാട് സ്പോർട്സ് കുട്ടികൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അച്ചീവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന സപ്പോർട്ടൊക്കെ ഒരു വഴിക്ക് ഉണ്ടാവും. അതിന്റെ അപ്പുറത്ത് നമ്മൾ അതിനോട് എത്രത്തോളം കമ്മിറ്റഡ് ആവുന്നു, എത്രത്തോളം നമ്മൾ അതിൽ ഡെഡിക്കേറ്റ് ചെയ്യുന്നു, അതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ റിസൾട്ട് കൊണ്ടുവരുന്നത്. നമ്മുടെ ഡെസ്റ്റിനി തീരുമാനിക്കുന്ന യഥാർത്ഥത്തിൽ നമ്മൾ ഓരോരുത്തരുമാണ്. നമുക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് നമ്മൾ മനസ്സിൽ ഉറച്ചു വിശ്വസിച്ചാൽ, ഇഫ് യു തിങ്ക് സംതിങ് യു ക്യാൻ, ദെൻ ഡെഫിനറ്റ്ലി യു ക്യാൻ എന്നാ പറഞ്ഞത്. നമ്മളുടെ വിശ്വാസം എങ്ങനെയാണ്, അതാണ് നമ്മളെ ഡെസ്റ്റിനിയിൽ എത്തിക്കുന്നത്. എനിക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നെങ്കിൽ അതിൽ നിന്ന് എന്നെ തടയാൻ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. നേരെ മറിച്ച് പലരെയും പിന്നോട്ട് നയിക്കുന്നത് നമ്മുടെ ചിന്തയുടെ പ്രശ്നമാണ്. അത് എന്നെ കൊണ്ട് സാധിക്കില്ല, എനിക്കത് പറ്റുമോ എന്നുള്ള സംശയം, എന്നെ കൊണ്ട് കഴിയില്ല എന്നുള്ള ഭയം, അത് അവനെ പിന്തിരിപ്പിക്കുകയാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്ത ശരിയാണ്, നിങ്ങൾക്കത് കഴിയില്ല. അപ്പൊ നമ്മളാണ് തീരുമാനിക്കുന്നത്, നമ്മുടെ ചിന്തകളാണ് തീരുമാനിക്കുന്നത്. ആ ഒരു പോസിറ്റീവ് മൈൻഡോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക, ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഒരു ഇന്റർനാഷണൽ അല്ല, ഈ മുന്നിലിരിക്കുന്നതിൽ നിന്ന് അനേകം ഇന്റർനാഷണലുകൾ വളർന്നു വന്ന് ഇന്ത്യയുടെ കായിക സംസ്കാരം, കായിക അഭിമാനമായി മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാ പ്രാർത്ഥനകളും അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. നന്ദി.